കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ പരിപാവനമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ മകനെയും നിർത്തിയ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് സതി. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. എൻ്റെ കൂട്ടുകാരി അംബികയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. ഞാൻ 4/7/23 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ വിഷ്ണു 23 ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ജോലി, നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. അവിടുന്ന് ലീവ് കിട്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് 23 ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 2024 ജപമാല റാലി ഒക്ടോബർ 1 മുതൽ ഞാൻ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ പെടുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോഴാണ് എൻ്റെ മോൻ പറയുന്നത്, അമ്മയെ നമുക്ക് 24 ജപമാല റാലിക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. അവന് എക്സാമിൻ്റെ ഡേറ്റ് അന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ ജപമാല റാലിയിൽ എൻ്റെ മകനെ ഒന്ന് പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, വാളണ്ടിയർമാർക്കുള്ള റാലി ഒരാഴ്ച മുമ്പേ ഉണ്ട്. അപ്പോൾ സതി മോനെയും കൂട്ടി ഒന്ന് വന്നു നോക്കൂ. അപ്പോൾ ഞാൻ 6 മണിയായപ്പോൾ ആ റാലിക്ക് വേണ്ടിയിട്ട് കൃപാസനത്തിലെത്തി. ഞാനും എൻ്റെ മകനും കൂടെ റാലിയിൽ പങ്കെടുത്തു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ഒത്തിരി നല്ലതായിരുന്നല്ലോ, ജോലി അവന് ഉറപ്പാകുമായിരുന്നല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സ് കൊണ്ട് ഭയങ്കര വിഷമമായി. അതിന് സാധിച്ചില്ലല്ലോ. ദൈവമേ, മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ സാരമില്ല എന്ന് പറഞ്ഞ് നല്ലോണം ഞാനും എൻ്റെ മകനും കൂടെ നന്മ നിറഞ്ഞ മറിമയെ ചൊല്ലി പ്രാർത്ഥിച്ച് പോവുമായിരുന്നു. അപ്പോഴാണ് മാരാരി ബീച്ചിൻ്റെ അവിടം കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ജോമോൾ സിസ്റ്ററും വേറെ 2-3 പേരും കൂടെ നടന്നു വരുന്നത് കണ്ടത്. ഞാൻ എൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചോ, അടുത്ത ആഴ്ച അവന് വരാൻ പറ്റില്ല, അവൻ എക്സാമാണ് അച്ചോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആഴ്ച ഈ റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ അച്ഛൻ അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താടാ? അവൻ പറഞ്ഞു, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, സാരമില്ലടാ, നീ പോയി എക്സാം എഴുതിക്കോ, നീ നന്നായി വരും, നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും എന്ന് പറഞ്ഞു അവനെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. സന്തോഷമായിട്ട് ഞാൻ ആ റാലി പൂർത്തിയാക്കി തിരിച്ച് വീട്ടിൽ പോയി. ജപമാല റാലിയുടെ അന്ന് എൻ്റെ മകൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പും തൈലവും കഴിച്ചു. ഉപ്പ് പൊതിഞ്ഞുകൊണ്ട് അവൻ പോവുകയും ചെയ്തു. കാശുരൂപം കഴുത്തിലിട്ടുകൊണ്ടാണ് അവൻ എക്സാമിന് പോയത്. എക്സാം ഹാളിൽ കയറി അവൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എതിർവശത്ത് അവനൊരു പള്ളി ഉണ്ടായിരുന്നു. അത് കണ്ടു. അവന് സമാധാനം, അമ്മ കൂടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ അവന് 42ാം റാങ്ക് കൊടുത്ത് അമ്മ അവനെ അനുഗ്രഹിച്ചു. PSC റാങ്ക് ലിസ്റ്റ് 42 കൊടുത്ത് അമ്മ അവനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അവന് അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ റാലിയിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാനും എൻ്റെ മകനും വാളണ്ടിയർമാരുടെ റാലിയിൽ ജപമാല റാലിയിൽ വാളണ്ടിയറായിട്ട് വരും, ഞാനും എൻ്റെ മകനും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. 10 കെട്ട് പത്രവും വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്തിട്ട് ഇന്ന് വീട്ടിൽ പോകത്തുള്ളൂ. അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഞങ്ങളെല്ലാവരും അമ്മയിൽ വിശ്വാസമുള്ളവരാണ്. ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഒരിടത്തും പോകാറില്ല. എൻ്റെ പിള്ളേരും അവരൊരുങ്ങിയിട്ട് പറയും, അമ്മേ, തൈലം തൂത്ത് പ്രാർത്ഥിക്കമ്മേ, ഞങ്ങൾ പോവുകയാണ്. അപ്പം അമ്മയിൽ ഞാൻ സമർപ്പിച്ച് വിടും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരാതെ മാതാവേ ഈശോയെ നീ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലാറുണ്ട് എനിക്കറിയാവുന്നിടത്ത് പോലെ. പിന്നെ ബൈബിള് വായിക്കുന്നുണ്ട്, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്. പാവപ്പെട്ട രോഗികളെ ചെന്ന് അനാഥാലയത്തിൽ ചെന്ന് കണ്ട് അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസയും ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരമ്മച്ചിക്ക്, ആരുമില്ലാത്തൊരമ്മച്ചിക്ക് എന്നാൽ കഴിയുന്ന പോലെ മാസം തോറും ഞാനൊരു ചെറിയ തുക അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അത്ഭുതകരമായി എൻ്റെ മകനെയും അമ്മ മാതാവ് രക്ഷിച്ച ഒരു സംഭവം, ഞാനും എൻ്റെ കുഞ്ഞും
മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കല്ലറ എന്ന ഭാഗത്ത് വെച്ച് അത്ഭുതകരമായി എന്നെ ബൈക്ക് വണ്ടി വളഞ്ഞെടുത്തപ്പോൾ KSRTC ബസ്സിൻ്റെ അടിയിലോട്ട് എൻ്റെ കൊച്ചും ഞാനും കൂടെ പോയി. എന്നെ എടുത്തു മാറ്റിയ പോലെ എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ ജീവനോടെ നിൽക്കത്തില്ലായിരുന്നു. എല്ലാവരും ഓടിക്കൂടി. അപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മകനും എഴുന്നേറ്റ് വന്നു. വണ്ടിക്കൊരു ചെറിയ പോറൽ മാത്രമേ വന്നുള്ളൂ. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ മകന് ഞാൻ കൊടുക്കാം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇനിയും സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ വരുത്തും എൻ്റെ അമ്മ. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ അമ്മയുടെ കൂടെ നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം എഴുതാൻ പോകുമ്പോൾ കാശിരൂപവും ഉപ്പും തൈലവുമായിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാനാകെ കാശിരൂപവും വെച്ചിട്ട് രണ്ട് എക്സാമേ എഴുതിയിട്ടുള്ളൂ. LGSൻ്റെ എക്സാമും LDCയുടെ എക്സാമും. രണ്ടിലും ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. LGSൻ്റെ റാങ്ക് ലിസ്റ്റ് LGSൻ്റെ ജോലിക്ക് ഞാൻ മെയ് 7 കയറി. 7 എന്നുള്ളത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെ ആയതിനാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ LDCയിലും റാങ്ക് ലിസ്റ്റിലുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകും. ഇതെല്ലാം ദൈവമാണ് എനിക്ക് തന്നത്. മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇവൻ്റെ കഴിവുകൊണ്ടല്ല ഈ ജോലി ലഭിച്ചത്, എൻ്റെ മാതാവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത്രയ്ക്കുള്ള പഠിത്തമൊന്നും എൻ്റെ മകനില്ല. എൻ്റെ അമ്മയാണിത് വാങ്ങിച്ചു തന്നത്. ഇതെൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. 40-ാം സങ്കീർത്തനം 5-ാം തിരുവചനമാണ്. ഇന്ന് സതി തൻ്റെ മകൻ വിഷ്ണുവുമായിട്ട് തൻ്റെ മകന് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമൊക്കെ ആയി ഇവിടെ വന്നു നിന്ന് അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുന്നു. മകൻ എങ്ങനെ തൻ്റെ മകന് ജോലി സാധ്യതയുണ്ടായി. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്, അച്ഛനെ കാണാൻ പറ്റുമോ. എന്നാൽ ഇന്ന് സതി പറഞ്ഞത് അച്ഛനെ കാണണമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അതായത് ഒരു ജോലിക്ക് ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് അത് അമ്മയുണ്ടല്ലോ, ആ ഒരു ചിന്ത മാത്രമാണ്. അമ്മയും ഈശോയും ഉണ്ട്. അപ്പോഴതിനിവർ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ മറ്റൊരു സഹോദരി പറഞ്ഞാണ് അച്ഛനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അപ്പോഴാണ് ഇവർക്കും ഒരു ആഗ്രഹം തോന്നുന്നത്. എന്നാൽ അത് അമ്മ ഉടനെ ഏറ്റെടുത്തത് എങ്ങനെയെന്നാണ് നാം ചിന്തിക്കേണ്ടത്. അവർക്ക് വോളണ്ടിയർമാരുടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ജപമാല റാലിക്ക് വോളണ്ടിയറായിട്ട് ഈ മകളും മകനും തൻ്റെ മകനുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജപമാല റാലിക്ക് വന്നപ്പോൾ അവിടെ തങ്ങളുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ വരുന്നതായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഇവിടെ നാം വന്ന് അച്ഛനെ കാണണമെങ്കിൽ ചീട്ടെടുക്കണം, ക്യൂ നിൽക്കണം, ചീട്ടെടുക്കണം. എന്നാൽ അമ്മ നമുക്ക് വേണ്ടിയിട്ട് തുനിയും. അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഈശോ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അച്ഛൻ തനിയെ നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് ഈ മക്കൾക്കുണ്ടായത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഈ മക്കൾക്ക് കിട്ടുകയാണ് മാരാരിപ്പുറം കടലോരത്ത് വെച്ച്. പിന്നീട് ഈ മകൻ ഇപ്പോൾ 2 എക്സാം എഴുതി, 2 എക്സാമിലും റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇവിടെ PSC വഴി കിട്ടിയ ആദ്യത്തെ അപ്പോയിൻമെൻറ്റിന് തന്നെ ഈ മകൻ ജോയിൻ ചെയ്തു. മെയ് 7 മെയ് 7 എന്ന് പറയുമ്പോൾ 7 എപ്പോഴും അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റാണ്. അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കർത്താവിനെ തങ്ങൾ അറിഞ്ഞത് മുതൽ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം എങ്ങനെ താനും തൻ്റെ കുടുംബവും
സമർപ്പിക്കുന്നു എന്നൊക്കെ സതി എന്ന ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി. ഒരു അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം, ബസ്സിൻ്റെ അടിയിലേക്ക് തങ്ങൾ സഞ്ചരിച്ചിരുന്ന വെഹിക്കിൾ പോകുമ്പോഴും അവിടെ നിന്ന് ആരോ വലിച്ചു പുറത്തിറക്കിയതുപോലെ തനിക്ക് അനുഭവപ്പെട്ടു. അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും എവിടെ പോയാലും തൻ്റെ മക്കൾക്കായാലും തനിക്കായാലും സഞ്ചരിക്കുന്ന വെഹിക്കിളിനായാലും ഒക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടേ തങ്ങൾ പുറത്തു പോകാറുള്ളൂ. അവിടെയെല്ലാം അമ്മയ്ക്കറിയാം ഇവരുടെ ഹൃദയം എങ്ങനെയാണെന്ന്, അമ്മയെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഹൃദയമാണെന്ന്. അവിടെയൊക്കെ സംരക്ഷണം കിട്ടുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ നാമും കേട്ടത്. അതായത് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ശ്രദ്ധിച്ച് കാതോർത്തിരിക്കുകയാണ്. നാം കർത്താവിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി 100 കാര്യങ്ങൾ ചെയ്യും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.